ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് നിങ്ങളുടെ 6ാമത്തെ ചാപ്റ്റർ ശൂരവീർ യോധ മഹാരാജ രൺജീത് സിംഗ് വരെയാണ് നിങ്ങൾക്ക് എക്സാമിനുള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതില് മിസ് അതിന്റെ ഒരു മോഡൽ പറഞ്ഞുതരാം. നിങ്ങൾ റഫായിട്ട് വേണമെങ്കിൽ എഴുതി വെച്ചോ എവിടെയെങ്കിലും. ഫസ്റ്റ് നിങ്ങൾക്ക് വരുന്നത് എന്താണ്? ഉചിത വികൽപ്പ് ചുൻകർ സഹി ഉത്തർ ലിഖോ എന്നാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഡൗട്ട് വരണ്ട. ഉചിത വികൽപ്പ് ചുൻകർ സഹി ഉത്തർ ലിഖോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയെങ്കിലും ഉണ്ടോ? അത് പേജ് നമ്പർ 36 36 മൂന്നാമത്തെ കണ്ടോ നിങ്ങള്? കണ്ടോ? 36 പേജ് നമ്പർ 36 മൂന്നാമത്തെ ഉചിത വികൽപ്പ് ചുൻകർ സഹിക ചിഹ്ന ലഗാവോ. ഇവിടെ ചിഹ്ന ലഗാവോ എന്നാണ്. നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ ഉണ്ടാവും? സഹി ഉത്തർ ലിഖോ. നിങ്ങൾ ഉത്തരം എടുത്തു തരണം. അവിടെ ചിഹ്നം കൊടുത്താൽ പോരല്ലോ, നിങ്ങൾക്ക് എഴുതേണ്ട എക്സാം അല്ലേ. അതാണ് ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ. അതാണ് പറഞ്ഞാല് ആ ഭാഗത്ത് നിന്ന് ആ മോഡലാണ് ഫസ്റ്റ് വരിക. ഓക്കെ, ക്ലിയർ ആയോ? സഹി വികൽപ്പ് ചുൻക ബ്രാക്കറ്റിൽ 3 ആൻസർ കൊടുത്തിരിക്കും. അതിൽ നിന്നും കറക്റ്റ് ആയ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്തിട്ട് എഴുതണം. ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവിടെ നിന്നാണ്. അവിടെ നിന്നാണ് 36 മാത്രമല്ല കേട്ടോ, അതിനു മുന്നേ അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്ക്. ഉചിത വികൽപ്പ് ചുൻകർ എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കിയെന്ന്. മിസ് ഇപ്പൊ പറഞ്ഞുതരാനുള്ള കാരണം നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഡൗട്ട് വരാതിരിക്കാനാണ്. പേജ് നമ്പർ 17 പേജ് നമ്പർ 17 എടുത്തു വെക്കണേ. മിസ് പറയുമ്പോ എല്ലാം പേജ് മറിച്ച് മാർക്ക് ചെയ്തോ. അതെല്ലാം പഠിക്കണം അവിടെ ഇരുന്നിട്ട്. അലൻ മിസ് പറഞ്ഞ കേൾക്കാമോ? ഇന്നലെ ക്ലാസ്സിൽ ആബ്സെന്റ് ആയവർ ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്? ലീവ് പറയാതെ ആരെങ്കിലും ലീവ് ആയവര് ആരുമില്ല? ഉറപ്പാണോ? പേജ് നമ്പർ 17 അതേപോലെ 17 ഒരു 3-4 അതിൽ ഉണ്ട് അല്ലേ. അപ്പൊ അതും നേരത്തെ പറഞ്ഞ പേജ് നമ്പർ 36 17 പിന്നെ അതുപോലെ അതിന് മുന്നേ എവിടെയെങ്കിലും ഉണ്ടോ നോക്ക. അത് 2 ഉള്ളൂ. ആ 2 പേജിലത്തെയും ഉചിത വികൽപ്പ് ചുൻകർ സഹിക ചിഹ്ന ലഗായ സഹി ഉത്തർ ലിഖോ എന്നുള്ളത് പഠിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പൊ ഇതെന്താ, ഇത് ഞങ്ങൾ അറിയില്ലല്ലോ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണ്? ശബ്ദാർത്ഥ ലിഖോ എന്ന് പറഞ്ഞിട്ട് വരും അല്ലെ. ശബ്ദാർത്ഥ ലിഖോ വേർഡ് മീനിങ് എന്നാണ് അർത്ഥം. ശബ്ദാർത്ഥ ലിഖോ വേർഡ് മീനിങ് എന്ന് പറയുമ്പോൾ വീണ്ടും സംശയം വരരുത്. ഹിന്ദിയിലാണോ? അല്ല, ഹിന്ദി തരും. നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് മീനിങ് ആണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് 6ാമത്തെ ചാപ്റ്റർ വരെ എന്ത് എഴുതണം? അർത്ഥം വേർഡ് മീനിങ് ഇംഗ്ലീഷിൽ പഠിക്കണം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശബ്ദാർത്ഥ ലിഖോ. വേണമെങ്കിൽ ഓർഡർ ആക്കി എവിടെ വേണമെങ്കിൽ റഫായിട്ട് എഴുതി വെച്ചോ. സെക്കൻഡ് വരിക ശബ്ദാർത്ഥ ലിഖോ. എവിടെയെങ്കിലും റഫായിട്ട് എഴുതി വെക്ക് ഓർഡർ ആയിട്ട്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാ പാഠത്തിലും ഇല്ല എങ്കിൽ കൂടി ചില പാഠങ്ങളിൽ എന്തുണ്ട്? വിലോമ ശബ്ദം ഉണ്ട് അല്ലേ? വിലോമ ശബ്ദം ഇല്ലേ? ഉണ്ട്. എന്താ വിലോമ ശബ്ദം എന്ന് പറഞ്ഞാല്? ഓപ്പോസിറ്റ് വേർഡ് അല്ലേ? വിലോമ ശബ്ദം എന്ന് പറഞ്ഞാല് ഓപ്പോസിറ്റ് വേർഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് വാക്കുകള് പഠിക്കണം. ഓരോ വേർഡ് മീനിങ്ങിന്റെ താഴെയും എവിടെയെങ്കിലും ഉണ്ടാവും എന്ത്? വിലോമ ശബ്ദം പഠിച്ചിട്ടുണ്ടോ നോക്കണം. മുഖാവരയാണോ? മുഖാവരയല്ല, വിലോമ ശബ്ദം. പേജ് നമ്പർ 31 എടുത്തോ. 31 പേജ് നമ്പർ 31 നമ്മൾ എഴുതിയിട്ടില്ലേ ഭാഷ കി ബാത്തില് വിലോമ ശബ്ദ ലിഖോ. കണ്ടോ? അപ്പൊ അതെല്ലാം മാർക്ക് ചെയ്തു വെച്ചോ. അതുപോലെ മുന്നിൽ എവിടെയെങ്കിലും ഉണ്ടാവും ഇതുപോലെ വിലോമ ശബ്ദം. വേർഡ് മീനിങ്ങിന്റെ കൂടെ തന്നെ വേണമെന്നില്ല.
ടെക്സ്റ്റ് ബുക്കിൽ. അതുപോലെ പേജ് നമ്പർ 17 ഉണ്ട്, ലാസ്റ്റ് ഭാഗത്ത് പേജ് നമ്പർ 17 വിലോമ ശബ്ദ്. വിരോധ് സമർത്ഥൻ, സ്വതന്ത്ര പരതന്ത്ര, ജയ് പരാജയ്, വീർ കായർ, സുരക്ഷിത് അസുരക്ഷിത്, സംഭവ് അസംഭവ്. വേറെ എവിടെയെങ്കിലും കണ്ടിരുന്നോ? അലൻ വീഡിയോ ഓൺ ചെയ്തേ. അലൻ ജോസഫ്. അവന്റെ വീഡിയോ ഓണ്, അവന്റെ നെറ്റില്ലാത്തോണ്ട് അവന്റെ വീഡിയോ ഓൺ തന്നെയാ. മിസ്സേ വീഡിയോ ഓൾറെഡി ഓണാ മിസ്സേ, പക്ഷെ നെറ്റ് ഇല്ലാത്തോണ്ട് നമുക്ക് കാണാത്തതാ. പേജ് നമ്പർ 4 ഉണ്ടല്ലേ? 4 ഉണ്ട് അതുപോലെ വിലോമ ശബ്ദ്, പേജ് നമ്പർ 4. ഇനി ആദ്യത്തെ പേജ് ഒന്നും നോക്കാതിരിക്കണ്ട, കാരണം ആകെ 6 പാഠങ്ങളെ പഠിക്കാനുള്ളൂ. കാരണം നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ് മാത്രമാണ് കിട്ടുന്നത്. അപ്പൊ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ഒരു പാഠം തീരില്ല. അപ്പൊ 2 ക്ലാസ് വെച്ചിട്ടാണ് ഒരു പാഠം തീർക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് 6 പാഠങ്ങളാണ് ടോട്ടൽ പഠിക്കാനുള്ളത്. അതില് പേജ് നമ്പർ 4 വിലോമ ശബ്ദ്, അതും 17, അതുപോലെ 30, 36 ഏതാ ഇപ്പം പറഞ്ഞത്? 31. ഇത്രയും പാഠഭാഗത്ത് നിന്ന് എന്തുണ്ട്? വിലോമ ശബ്ദ് പഠിച്ചു നോക്കുക. മൂന്നാമത് വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വിലോമ ശബ്ദ് എന്നാണ്. വിലോമ ശബ്ദം എന്താ അർത്ഥം? വിപരീതം, ഓപ്പോസിറ്റ് വേർഡ്. 4th ക്വസ്റ്റ്യൻ സമാനാർത്ഥി ശബ്ദ ലിഖോ ആണ്. സമാനാർത്ഥി ശബ്ദ ലിഖോ ഒന്നെ എഴുതിയാൽ 1 മാർക്കാണ്, ബാക്കിയുള്ളതിനൊക്കെ അരമാർക്കായിരിക്കും. സമാനാർത്ഥി ശബ്ദം എന്ന് പറഞ്ഞാൽ പര്യായ പദം എന്നാണ് അർത്ഥം. പര്യായ പദം എന്ന് പറഞ്ഞാൽ 1 എഴുതിയ അരമാർക്കേ കിട്ടുള്ളൂ. ഏറ്റവും കുറഞ്ഞ എത്ര എഴുതണം? 2 എണ്ണം എഴുതണം. ഒരു വേർഡിന് 2 പര്യായ പദം. അത് നമുക്ക് ഓരോ പാഠത്തിന്റെയും വേർഡ് മീനിങ്ങിന് തൊട്ട് താഴെ ഉണ്ടാവും സമാനാർത്ഥി ശബ്ദം. അത് ഏതൊക്കെ പാഠത്തിലുണ്ടോ അതൊക്കെ പഠിക്കാം. സമാനാർത്ഥി ശബ്ദ്. സമാനാർത്ഥി ശബ്ദം എന്ന് പറഞ്ഞാല് പര്യായ പദം എന്നാണ് അർത്ഥം. ഒരു 5 എണ്ണം ഉണ്ടാവും പര്യായ പദം എഴുതാൻ. ഒന്നിന് 1 മാർക്ക് വെച്ച്. 1 മാർക്ക് വരണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 2 സമാനാർത്ഥം എഴുതണം. 2 പര്യായ പദം എഴുതിയാൽ മാത്രമേ ഒന്നിന് 1 മാർക്ക് കിട്ടുള്ളൂ. 1 എഴുതിയില്ലെങ്കിൽ എത്ര കിട്ടുള്ളൂ മാർക്ക്? അരമാർക്ക്. ഓക്കെ, അപ്പൊ എഴുതി പഠിക്കണം. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ മുഹാവരെ കാ അർത്ഥ ലിഖോ എന്നാണ്. മുഹാവരെ കാ അർത്ഥ ലിഖോ. അത് നമുക്ക് എന്തുണ്ട്? വേർഡ് മീനിങ് തൊട്ട് താഴെ ഉണ്ടല്ലേ, നമ്മള് കുറെ പഠിച്ചിട്ടില്ലേ ഇല്ലേ? മുഹാവരെ കാ അർത്ഥ ലിഖോ കുറെ ഉണ്ട്. ഓരോ മുഹാവര തന്നിട്ടുണ്ടാവും, അതിന്റെ ശരിയായ ഹിന്ദി മീനിങ് എഴുതണം. പേജ് നമ്പർ 35 കണ്ടോ? ദാന്ത് ഗട്ടെ കർണ, ഹരാദേന, ഏക് നസർ സേ ദേഖന, സമാൻ ഭാവ് സേ ദേഖന. അതുപോലെ അതിന് മുന്നേ ഏതോ ഒരു പാഠത്തിൽ കുറെ ഉണ്ട് മുഹാവരെ. കണ്ടോ നിങ്ങള്? പേജ് നമ്പർ 23 അതാ ഒരു 5-10 ഉണ്ട് അതില്. കണ്ടോ? 23 ഉണ്ട്. 23 and 24 എന്നാ അന്മരിയ? ഓ, പേജ് നമ്പർ 15 ഉണ്ടാ? 16 അല്ലേ? 16. അപ്പൊ അങ്ങനെ എല്ലാ ഒന്നാമത്തെ ഫസ്റ്റ് പാഠം മുതലുണ്ടല്ലേ? ഫസ്റ്റ് പാഠത്തിൽ മുതല് 6ാമത്തെ ലെസൺ വരെയുള്ള എന്താണ്? മുഹാവരേക്ക അർത്ഥ ലിഖോ. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട, നിങ്ങൾ എന്താണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത് വിചാരിക്കരുത്. നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്? ആ ശൈലിയുടെ ശരിയായ ഹിന്ദി മീനിങ് എഴുതണം എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് 6th അനേക ശബ്ദോं के लिए एक शब्द लिखो. സെന്റൻസ് തരും, അതിന് 1 വേർഡ് എഴുതാൻ വേണ്ടിയിട്ട്. സെന്റൻസ് തന്നിരിക്കോ, അതിനെന്ത് ചെയ്യണം? 1 വേർഡ് ആണ്. എന്തോ ഒരു സൗണ്ട് ഉണ്ടല്ലേ മക്കളെ? മിസ്സിന്റെ അടുക്കുന്നാണോ സൗണ്ട് വരുന്നത്? ഫെയ്ത്തിന്റെ അടുത്തുന്നാ? വെറുതെ പാവാ, ഫെയ്ത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. നീ എന്തിനാടാ ഇങ്ങനെ ഫെയ്ത്തിനെ പറയുന്നേ? അവനെ കണ്ടാ തന്നെ ആരും പറയോ? അവന്റെ ഫോണിന് ഇയർഫോണിന് ഇച്ചിരി കുഴപ്പമുണ്ടാകാം. അപ്പൊ അനേക ശബ്ദോं के लिए एक शब्द लिखो എന്നില്ലേ? എവിടെയും കണ്ടോ നിങ്ങളത്? 25th പേജ്.
പേജ് നമ്പർ 25. 25. ആൻമരി ഇതെല്ലാം പഠിച്ചും തോന്നുന്നുണ്ട് കേട്ടോ. पेज नंबर 25 കണ്ടോ? अनेक शब्दों के लिए एक शब्द लिखो. विद्यालय में वर्ष में एक बार मनाया जाने वाला उत्सव. എന്താ അതിന്റെ മീനിങ്? വിദ്യാലയത്തിൽ വർഷം തോറും നടക്കുന്ന ഒരു പ്രോഗ്രാം, ഒരു ഉത്സവം, ഫെസ്റ്റിവൽ. എന്താണ്? വാർഷിക പരിപാടി അല്ലെ, വാർഷികോത്സവ്. അതുപോലെ അഖാഡമി ഗുസ്തി ലഡ്നെ വാല, അതായത് ഗുസ്തി കളിക്കുന്ന അദ്ദേഹത്തിന് എന്താ പറയാ? പഹൽവാൻ. ജോ ന്യായാലയ ഫൈസല സുനാത്ത ഹെ, ആരാണോ കോടതിയിൽ നിന്ന് പരാതി കേൾക്കുന്നത് അയാളെ പേരെന്താണ്? ന്യായാധീശ്. അപ്പൊ അങ്ങനെയുള്ള വൺ വേർഡ് ഏക് ശബ്ദ ലിഖോ എന്നുള്ളതാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെ വേറെ ഏതെങ്കിലും പാഠഭാഗത്തിൽ ഉണ്ടാവും, ഒരു പാഠം മാത്രം നോക്കിയാൽ പോരാട്ടോ. പേജ് നമ്പർ 31 വാക്യാംശികയിലേക്ക് ശബ്ദ ലിഖോ. പേജ് നമ്പർ 31. योग्य विद्यार्थी को पढ़ाई जारी रखने के लिए सहायतार्थ दी जाने वाली धनराशि छात्रवृत्ति. दर्शन शास्त्र का ज्ञाता दार्शनिक. भारत का सर्वोच्च नागरिक सम्मान, അത് ഇമ്പോർട്ടന്റ് ആണ്. ഭാരത് കാ സർവോच्च നാഗരിക സമ്മാൻ, അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. എന്താ അതിന്റെ പേര്? ഭാരതരത്ന. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം ലഭിക്കുന്ന എന്തിനാണ്? ഭാരതരത്നം എന്നാണ് അതിന്റെ പേര്. ദൂർ കി സോച്നെ വാല, ദൂരെയുള്ള കാര്യങ്ങൾ, അതായത് അകലെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയാ? ദൂരദർശി. അപ്പൊ ഞാൻ പറഞ്ഞ ഇമ്പോർട്ടന്റ് അത് മാത്രം പഠിച്ചാൽ പോരാ, തൊട്ട് മുന്നേയുള്ള പേജ് നമ്പർ 25 പഠിച്ചു വെക്കുക. ആ 2 പാഠത്തിലല്ലേ ഉള്ളൂ, വേറെ ഇല്ലല്ലോ? ഇല്ല. നെക്സ്റ്റ് 7th fill in the blanks. വാക്യ പൂരേ കരോ. വാക്യ പൂരേ കരോയിൽ ബ്രാക്കറ്റിൽ ആൻസർ തരും. fill in the blanksൽ ഞാൻ ബ്രാക്കറ്റിൽ ആൻസർ കൊടുത്തിരിക്കും. നിങ്ങൾ കറക്റ്റ് ആയത് മാത്രം സെലക്ട് ചെയ്യാം. അതും എല്ലാ പാഠഭാഗത്തിലും ഉണ്ടാവണമെന്നില്ല, ചില പാഠങ്ങളിൽ ഉണ്ടാവും. fill in the blanks. പിന്നെ ഏതാണെന്നൊന്നും പറയണ്ടല്ലോ, എല്ലാ fill in the blanksഉം പഠിക്കുക. 7ാമത്തെ വാക്യ പൂരേ കരോ ആണ്. പിന്നെ 8ാമത് നമ്മൾ വരുന്നത് എന്താണ്? ഉത്തർ ലിഖോ. ഉത്തർ ലിഖോ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ വേണ്ടി 10 ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്ക് വീതം 20 മാർക്ക് അതിന് തന്നെ കിട്ടും. 10 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവും. എത്ര ക്വസ്റ്റ്യനാ? എന്താ പറഞ്ഞേ? എത്ര ക്വസ്റ്റ്യനാ? 10 ക്വസ്റ്റ്യൻ ആൻസർ, 10 എണ്ണം, 20 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവും. അപ്പൊ ഒന്നിന് 2 മാർക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ മിസ് ഒരു കാര്യം, ഓരോ പാഠഭാഗത്തിലും ഇമ്പോർട്ടന്റ് വരാവുന്നത് ഞാൻ പറയാം, നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ. ചിലപ്പോൾ വരാം, ഉറപ്പില്ല. അതെന്താ ടീച്ചർ അങ്ങനെ പറഞ്ഞല്ലോ എന്നിട്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്കിനൊന്നും വന്നേക്കറ എന്റെ വീട്ടിലേക്ക്. ഞാൻ ഇമ്പോർട്ടന്റ് പറയും, നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഇമ്പോർട്ടന്റ് തന്നെ കൂടുതൽ എഴുതി പഠിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ കൂടുതൽ എഴുതി പഠിക്കാൻ വേണ്ടിട്ട്. മനസ്സിലായോ? ഫസ്റ്റ് ചാപ്റ്റർ എടുത്തോ. എടുത്തു വെച്ചോ. ഒന്നാമത്തെ 2ാമത്തെ മാർക്ക് ചെയ്തോ. 1ഉം 2 ഇമ്പോർട്ടന്റ് പറഞ്ഞത് നന്നായിട്ട് പഠിക്കണം. ബാക്കിയുള്ളവ പഠിക്കണം, ബാക്കിയുള്ളവയിൽ നിന്ന് വരും. പക്ഷെ ഒന്നും ഞാൻ മാർക്ക് ചെയ്തത് എഴുതി പഠിക്കണം കേട്ടോ. 1ാമത്തെയും 2ാമത്തെയും ആ പാഠഭാഗത്തിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മിസ് ഫസ്റ്റ് പാഠത്തിന്റെ ഫസ്റ്റ് കവിതയുണ്ട്. 1ാമത്തെയും 2ാമത്തെയും ക്വസ്റ്റ്യൻ ആൻസർ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പാഠഭാഗത്തിലും ഇമ്പോർട്ടന്റ് വരാവുന്നതാണ് മിസ് പറഞ്ഞത്. സംശയം വരുന്നത് മാർക്ക് ചെയ്തോ? അപ്പൊ മിസ് പറഞ്ഞെങ്കിൽ അത് മാത്രം പഠിച്ചേക്കറ്, അത് കൂടുതൽ
എഴുതി പഠിക്കുക 1ഉം 2ഉം. പേജ് നമ്പർ 11 രണ്ടാമത്തെ പാഠത്തില്. ഒന്നാമത്തെയും ലാസ്റ്റത്തെയും 1ഉം 5-മത്തെയും. लेखक ने 13-14 वर्ष के उस लड़के को आश्चर्य से क्यों देखा, इस कहानी की सीख अपने शब्दों में लिखो. 1ഉം 2ഉം. മിസ്സേ അതിന്റെ താഴെ ഒന്നും കണ്ടില്ലേ? 1ഉം 5ഉം. എന്താണ് ശ്രീദേവേ? മിസ്സേ ആ പേജ് നമ്പർ 11 പറയുന്ന മിസ്സിന് ക്ലിയർ ആയി കേൾക്കുന്നില്ല. പറഞ്ഞേ. ഇപ്പൊ കേൾക്കാവോ? കേൾക്കുന്നേ ഇല്ല മോനെ. 1-മത്തെയും 5-മത്തെയും ക്ലിയർ ആയി മിസ് പറഞ്ഞ കേൾക്കാമോ? ഓക്കെ. നെക്സ്റ്റ് പേജ് നമ്പർ 17 3-മത്തെ ലെസൺ. എല്ലാം കുറച്ച് ടഫായ പാഠങ്ങളാണ് നിങ്ങൾക്ക് തന്നതല്ലേ. എല്ലാം കുറച്ച് ടഫ് ഉണ്ട്. സെല്ലുലാർ ജയിലിനെ കുറിച്ചും എല്ലാം ബുദ്ധിമുട്ടുള്ള പാഠങ്ങളാണ്. അപ്പൊ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കണം. അതില് ഒന്നാമത്തത്, 3-മത്തത്, 5-മത്തത്. പേജ് നമ്പർ 17 1, 3, 5 വെറുതെ മാർക്ക് ചെയ്താ പോരെ മക്കളെ, പഠിക്കണേ. 1, 3, 5. सेलुलर जेल कहाँ स्थित है, कैदियों से जेल में कौन कौन से काम करवाए जाते थे, स्वतंत्रता सेनानियों द्वारा जेल में सही यातनाओं के बारे में जानकर आपके मन में उनके प्रति क्या भाव उत्पन्न होते हैं. नेक्स्ट अदालत का फैसला पाഠം. ഒന്നാമത്തെ 4-മത്തെ, ഫസ്റ്റ് ആൻഡ് ഫോർത്ത്. പേജ് നമ്പർ എന്ത് ശ്രീദേവേ, മിസ്സിന് ഇവിടെ മഴയായതുകൊണ്ടാന്ന് മോനെ കേൾക്കുന്നില്ല. ഇങ്ങോട്ട് പറഞ്ഞ കേൾക്കുന്നില്ല. പേജ് നമ്പർ പേജ് നമ്പർ 24. ലിഖിത പ്രശ്നാന്നേ മാർക്ക് ചെയ്യണ്ടേ. ലിഖിത പ്രശ്നം അല്ലാണ്ട് ഓറൽ ക്വസ്റ്റ്യൻ അല്ല. അത് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ആൻഡ് ഫോർത്ത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. മിസ് 5th ലെസന്റെ ആണോ? ഓ 5th ലെസന്റെ 5th ക്വസ്റ്റ്യൻ ആണോ? 5th ലെസണിലെ ഫസ്റ്റ് മാർക്ക് ചെയ്യണേ. പേജ് നമ്പർ 30 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 3, 4 പൊതുവെ ഇമ്പോർട്ടന്റ് ആണേ. അത് നിങ്ങൾ പൊതുവെ പഠിച്ചു വെക്കേണ്ട ആൻസർ ആണ്. എന്ത്? രാധാകൃഷ്ണന്റെ ജന്മദിനം നിങ്ങൾ ഏത് ദിവസമായിട്ടാണ് കൊണ്ടാടുന്നത്, എന്തിനാണെന്നുള്ളത് അത് നിങ്ങൾക്ക് അറിയാലോ. ടീച്ചേഴ്സ് ഡേ. 1, 3, 4, 6. 1, 3, 4, 6 ആയോ?
മാർക്ക് ചെയ്തോ? ലാസ്റ്റ് പാഠത്തിൻ്റെത് ഒന്ന് രണ്ട് അഞ്ച് പേജ് നമ്പർ 36 35 ആൻഡ് 36 ഒന്നാമത്തത്, രണ്ടാമത്തത്, അഞ്ചാമത്, ഫസ്റ്റ്, സെക്കൻഡ്, ഫിഫ്ത്. മാർക്ക് ചെയ്തോ? അപ്പൊ ഇത്രയും ഓരോ പാഠഭാഗത്തിലെയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, നന്നായി പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ തന്നെ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. അതിന്റെ കൂടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസറും പഠിച്ചിരിക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത് മാത്രല്ല, ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസറും പഠിക്കണം. പക്ഷെ ഇതിന് കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കുക. അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻസ്. എക്സാമിന് വരുന്നതിനാല് എക്സാമിന്റെ മോഡല് ഇതനുസരിച്ചാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. നിങ്ങളെ സമയം നിങ്ങൾക്ക് അറിയാലോ. രാവിലെ ഇതേ സമയത്താണ് നിങ്ങളുടെ എക്സാം. 1.5 മണിക്കൂർ ആയിരിക്കും. 7 to 8:30 വരെ ആയിരിക്കും കേട്ടോ. 7 to 8:30. ആൻസർ ഷീറ്റ് കരുതണം. അവിടെ ഇവിടെ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ കടയിൽ പോകുന്ന പോലെ ബില്ലിലോ എഴുതി വെക്കരുത്. നന്നായിട്ട് എക്സാം, അതായത് എങ്ങനെയാണോ നിങ്ങൾ സ്കൂളിൽ നിന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് അതേപോലെ. കാരണം നിങ്ങളുടെ പേപ്പേഴ്സ് നിങ്ങൾ തന്നെ കളക്ട് ചെയ്ത് ഇവിടെ സ്കൂളിൽ ഏൽപ്പിക്കേണ്ടതുണ്ട്. ഓരോ എക്സാം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ? അത് ഒരുമിച്ച് റെഡിയാക്കി വെക്കുക. അവസാനം പിന്നടിച്ച് ഇവിടെ എത്തിക്കണം ഓഫീസിൽ കേട്ടോ. അല്ലാതെ ഹിന്ദിയുടെ എക്സാം കഴിഞ്ഞു, അത് എങ്ങോട്ട് എറിഞ്ഞു, തോണിയാക്കി കളിച്ചു, അല്ലെങ്കിൽ അല്ലെ എയറോപ്ലെയിൻ ആക്കി ആകാശത്തേക്ക് എറിഞ്ഞു, പിന്നെ ഇങ്ങോട്ട് സ്കൂൾ തുറക്കുമ്പോ അതേപോലെ വീട്ടിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഇതില് ഇനി അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള വേറൊരു സംശയം, 6 പാഠങ്ങളാണ് നിങ്ങൾക്ക് ഹിന്ദിയിൽ കഴിഞ്ഞത്. 1 മുതൽ 6 പാഠം. ഈ 6 പാഠം വരെ എല്ലാവരുടെയും ടെക്സ്റ്റും നോട്ടും കംപ്ലീറ്റ് ആണോ? അതിലെനിക്ക് തോന്നുന്നത് ഫെയ്ത്ത് കംപ്ലീറ്റ് അല്ല. ഫെയ്ത്തിന്റെ നോട്ട്സ് എനിക്ക് കിട്ടുന്നേ ഇല്ല. മിസ് ടെസ്റ്റ് കംപ്ലീറ്റ് അല്ല മിസ്, നോട്ട് കംപ്ലീറ്റ് ആണ്. ഏതാണ്? ടെസ്റ്റ് കംപ്ലീറ്റ് അല്ല. ഞാൻ മിസ്സിനോട് ചോദിച്ചു. നോട്ട് കംപ്ലീറ്റ് ആണോ? നോട്ട് ഫുള്ള് കംപ്ലീറ്റ് ആ? മിസ്സിന് അയച്ചുതരാത്തെ അതറിയില്ലേ? നോട്ട് എഴുതി അയച്ചെന്ന് അറിയില്ല? അല്ല അതറിയാം. പിന്നെന്താ മിസ് പറഞ്ഞാലേ അയച്ചേരുന്നുണ്ടാ? ഇല്ല. 8ാം ക്ലാസ് ആര് ഇപ്രാവശ്യം അതിലാണ് പിശുക്ക് കാണിച്ചത്. എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ മിസ്സിന് കിട്ടുന്നില്ല. നിങ്ങളോട് അന്നേ പറഞ്ഞിട്ട് നോട്ട് കംപ്ലീറ്റ് ആയി പറഞ്ഞ സമയത്തിനുള്ളിൽ അയച്ചു തന്നാൽ അതിന് വേറെ ഒരു ഗ്രേഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഷോൺ? ഓക്കെ, നിങ്ങൾ നോട്ട് കംപ്ലീറ്റ് ആക്കി ഓരോ സബ്ജക്റ്റിനും കൃത്യമായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു A+ എന്നുള്ള ഗ്രേഡ് കിട്ടൂലേ? വെറുതെ ഗ്രേഡ് കളയണ. ഇപ്പൊ ഫെയ്ത്ത് ഇപ്പൊ എനക്ക് എല്ലാം കൂടി ഒരുമിച്ച് അയച്ചു തന്നാൽ ഞാൻ A+ കൊടുക്കൂല. കാരണം എന്തേ? ഓനെനക്ക് നോട്ട് അയച്ചേരില്ല. ഒരു 5-6 മാസം കൂടുമ്പോ ഒരുമിച്ച് ഇങ്ങോട്ട് അയച്ചെന്നാ ശരിയാവുക? കറക്റ്റ് സമയത്ത് അയച്ചേരണ്ടേ? കോപ്പി റൈറ്റിംഗ് ഉണ്ട്. കോപ്പി റൈറ്റിംഗ് എഴുതാറുണ്ടോ? എന്തേ ആരും മിണ്ടാതെ? ഇതൊന്നും 8ാം ക്ലാസ്സുകാർ മിസ്സിന് അയച്ചു തരുന്നില്ല. ആൻമരിയാ, അത്ഭുതപ്പെടാനൊന്നുമില്ല. മിസ്സിന് അയച്ചു തരുന്നില്ല ആരും. കോപ്പി റൈറ്റിംഗ് ഉണ്ട്, നോട്ട്ബുക്ക് ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകളും ഫുള്ള്. നിങ്ങള് സ്കൂളിലേക്ക് വരുന്നത് വരെ ഉള്ളത് കംപ്ലീറ്റ് ആക്കാതെ സ്കൂളിലേക്ക് വരണ്ട കേട്ടാ. ഹിന്ദിയിലെ കാര്യ പറഞ്ഞേ. ഹിന്ദിയില്
ടീച്ചർ എത്ര വർക്കുകൾ നോട്ടിലും ടെക്സ്റ്റിലും അതുപോലെ കോപ്പി റൈറ്റിംഗിലും തന്നിട്ടുണ്ടോ? കോപ്പി റൈറ്റിംഗിന്റെ പേജിന് ഒരു സംശയം നിങ്ങൾക്ക് വരും. ഒരു മാസം 4 പേജ് ഉണ്ടാവണം. ഒരു മാസത്തെ 4 ക്ലാസ് ആണ്. 5 ഉണ്ടാവാം. 4 ക്ലാസ്സിൽ 4 പേജ് അങ്ങ് ഏറ്റവും കുറഞ്ഞ് വേണം. അപ്പൊ ജൂൺ മുതൽ ഇങ്ങോട്ട് എണ്ണിക്കോ. ഓരോ മാസവും 4 പേജ്. അപ്പൊ എത്ര പേജ് ഇപ്പൊ എഴുതി കഴിയണമെന്ന് ചിന്തിച്ചോ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ലെ? 4 മാസം. അപ്പൊ എത്ര പേജ് വേണം? 4 into 4 16 അല്ലേ? ഉണ്ടോ? 16 പേജ് ഉണ്ടോ? അനിയന്റെ അനിയത്തിയുടെയും കൂടി കൂട്ടേണ്ടി വരും അല്ലേ? അല്ലേ? വീട്ടിലില്ലേ? നിങ്ങൾ ആരും എഴുതി അയക്കാറില്ല. അപ്പൊ എന്താ നിങ്ങളെ പരിപാടി? കോപ്പി റൈറ്റിംഗ് എഴുതി അയക്കണ്ടേ? വെറുതെ തന്നെ നിങ്ങക്ക് അല്ല. അപ്പൊ അവിടെ ഇരുന്ന് എഴുതി അതായത് സ്കൂൾ തുറക്കുമ്പോഴേക്കും കംപ്ലീറ്റ് ആക്കണേ. കംപ്ലീറ്റ് ആക്കണമെന്നല്ല, എഴുതിയത് മിസ്സിനെ അയച്ചു തന്നോ ഇതുവരെയുള്ള എല്ലാം. ദിയ മിസ് പറഞ്ഞ കേൾക്കുന്നില്ല ദിയ? അലൻ ജോസഫ് പിന്നെതാ ഈ പറഞ്ഞ പോലെ ഒരു നോട്ടും എനക്ക് കിട്ടില്ല അലൻ ജോസഫിന്റെ. അലൻ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് 6ാമത്തെ ചാപ്റ്റർ വരെ, ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് 6ാമത്തെ ചാപ്റ്റർ വരെ 6th ചാപ്റ്റർ വരെ ഉള്ള ടെക്സ്റ്റും നോട്ടിലെ വർക്കുകളും മിസ്സിന് അയച്ചു തരണമെന്ന്. കൂടെ കോപ്പി റൈറ്റിംഗും 16 പേജ് വേണം കോപ്പി റൈറ്റിംഗ് ബുക്കില്. തുടങ്ങാത്തവര് ഏറ്റവും ഒരു 10 പേജെങ്കിലും എഴുതി വെക്കുക. കേൾക്കുന്നുണ്ടോ? അഥവാ ഇനി ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ വേണ്ടിട്ട് നെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഫോണിൽ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ബസ്സിന് പാർസലായിട്ട് അയച്ചു വിട്ടെ, ഞാൻ വാങ്ങിക്കോളാം. വേറെ രക്ഷയില്ല. കംപ്ലീറ്റ് ആക്കണ്ടേ നിങ്ങളുടെ നോട്ടും ടെക്സ്റ്റ് എല്ലാം? നോട്ടും ടെസ്റ്റ് എല്ലാം കംപ്ലീറ്റഡ്. അപ്പൊ നമുക്കൊന്ന് ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് എടുത്ത് വെച്ച എല്ലാവരും. ഫസ്റ്റ് ചാപ്റ്റർ മീठी बोली സ്വീറ്റ് വേർഡ്സ്. മിസ് ടെസ്റ്റ് ആണോ? ഒന്ന് ഇങ്ങോട്ട് ചോദിക്കണ്ട മോനെ, മഴയുടെ സൗണ്ട് കാരണം നിങ്ങൾ പറഞ്ഞത് കേൾക്കുന്നില്ല. മിസ് ടെസ്റ്റ് ആണോ നോട്ടാണോന്ന്? ടെക്സ്റ്റ് മിസ് എല്ലാം പറഞ്ഞു തരുമോ മിസ്? ഇപ്പം ടെസ്റ്റിലുള്ള വർക്ക്സ് പേജ് നമ്പർ 2. അതിലെ വേർഡ് മീനിങ് മിസ് ഓരോന്ന് പറയാം. നിങ്ങൾ അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു തന്നെ. എല്ലാം പഠിച്ച് റെഡി ആയില്ലേ? ഫസ്റ്റ് വേർഡ് ബസ്. കൺട്രോൾ. മീठी സ്വീറ്റ്. കണ്ണ് ടെക്സ്റ്റിലേക്ക് പോകുന്നുണ്ടോടാ? ഒരു ചാഞ്ചാട്ടം കണ്ണുകൾക്ക്. ബോലി ലാംഗ്വേജ്. രഗഡേൻ ജഗഡോ നിങ്ങളെ വീട്ടിൽ ഇപ്പൊ നടക്കുന്നത്. രഗഡോൻ ജഗഡോ വീട്ടിലിപ്പോ ലോക്ക്ഡൌൺ സമയത്ത് നടന്നതല്ലേ? ഫൈറ്റ്. കടുവാപ്പൻ. കായ്. തലയുയർത്തി പിടിക്ക്. കായ്. മോസ് മീൻസ് ബേർഡ്. നാത്ത റിലേഷൻ. നിപ്പട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി. കർത്തൂത് ഡീഡ്. ഉമഗാനെ വാലി എക്സാൾട്ട്. എല്ലാരും ടെക്സ്റ്റ് നോക്കി വായിച്ചത് നിനക്ക് മനസ്സിലായി. പേച്ചിയിലെ
താലി വായിച്ചോ KEY കീ. അനൂട്ടി യൂണിക് റയർ. വികസിത ബ്ലൂംഡ്. ശ്രീദേവിനെ കാണുന്നില്ല കേട്ടോ ടെക്സ്റ്റില്. വികസിത എവിടെയാന്ന് മനസ്സിലായിട്ട. ആ കണ്ടു മിസ്സേ, ഞാൻ നേരത്തെ കണ്ടു. സമാനാർത്ഥി ശബ്ദം എന്ന് പറഞ്ഞേ. മീട്ടി മധുർ സുഗന്ധ സുഗന്ധ മധു. ചാഹ് കാംന ഇച്ഛ അഭിലാഷ. പത്ഥർ കല്ല് പത്ഥർ. ശീല വാഹൻ. ജോറന്നെ. എല്ലാവരും ഫസ്റ്റ് LKG UKG എല്ലാം കുട്ടികളെ മാതിരിയാണ്. ടെക്സ്റ്റ് ബുക്കിന് ആദ്യമായിട്ടും വായിക്കുന്ന അക്ഷരങ്ങൾ പെറുക്കി. മുഖട ഫേസ് മുഖട. ചെഹര മുഖ് ആനൻ. ലാലിയിലേലൊന്നുമില്ല. ലാലി. ലാലിനേക്ക് മാൻമരി പാട്ട് പാടാൻ പോവാ. ലാലി. കാന്തി ചമക്ക് ആഭ. നിരാലി അത്ഭുത अनोखी. मुहावरा का अर्थ लिखो. आंखों का तारा बहुत प्यारा അല്ലേ? ആങ്കോं का तारा എന്നാലേ അത് ഇമ്പോർട്ടന്റ് ആണ്. ആങ്കോं का तारा ആ പ്രയോഗം നിങ്ങൾ എപ്പോഴും മനസ്സിൽ പഠിച്ചു വെക്കണം. ആങ്കോं का तारा അതിൽ കണ്ണില് സ്റ്റാർ ആയിട്ട് കണ്ണിൽ ഉണ്ണിയായിട്ടുള്ളവർ എന്താ പറയാ? ബഹുത്ത് പ്യാര വളരെയധികം സ്നേഹമുള്ളവരെയാണ് നമ്മൾ എന്ത് പറയാ? ആങ്കോं का तारा. പത്തർ കോ പിഘലാക്കർ മോം കർണ കല്ലിനെ ഉരുക്കി ഇങ്ങനെ മെഴുക് പോലെ ആക്കുക. മെഴുകുതിരി കത്തിച്ച് ഇങ്ങനെ ഉരുക്കി പോലെ. കല്ലിനെ ഉരുക്കണമെങ്കിൽ പണിയില്ലേ? കഠിന ഹൃദയമുള്ളവരല്ലേ കല്ലുകള്. നമ്മൾ പറയില്ലേ ഓ നിന്റെ മനസ്സ് കല്ലാന്നിടാന്ന് ചോദിക്കൂലേ? അതെന്തുകൊണ്ടാണ്? കഠിന ഹൃദയമുള്ളവരെയാണ് നമ്മൾ എന്ത് പറയാ? കല്ല് എന്നൊക്കെ പറയാം. അതിനെ മെഴുകുതിരി പോലെ ഉരുക്കണം കൊറേ പണിയില്ലടാ. ഉണ്ട്. അതിനെ നമ്മൾ എന്ത് പറയാ? കഠോർ മൻവാലേക്കോ കോമൾ മൻ ബനാദേന. കഠിനമായ ഹൃദയമുള്ളവന്റെ മനസ്സ് കോമളമാക്കി മൃദുലമാക്കി തീർക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. കല്ല് പൊടിച്ചിട്ട് മെഴുക് പോലെ ആക്കുക പറഞ്ഞാല്. കഠിന ഹൃദയമുള്ളവരെ ലോലമാക്കി തീർക്കണം അല്ലേ? ഇനി ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചാ പറഞ്ഞില്ലേ? ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചാല് പറഞ്ഞുതരും. പിന്നെ മീठी बोली क्या क्या करने में समर्थ होती है. എന്തൊക്കെ ചെയ്യണമെന്നാണ് മീठी बोलिയിലൂടെ പറഞ്ഞേ? എല്ലാരും നോട്ട് പേരുതല്ലായി. കേട്ടില്ല. പെയ്ത്തന്റെ ക്ലിയർ ആയില്ല. ക്ലിയർ അല്ല എന്നാണോ? യെസ്. मीठी बोली क्या क्या करने में समर्थ होती है. മീठी बोली എന്താണ്? മധുരമായ ഭാഷ അല്ലേ? മധുരമായ സംസാരം. എന്തൊക്കെ ചെയ്യണമെന്നാ പറഞ്ഞ മധുരമായ സംസാരത്തിലൂടെ? ബഗിഡ കർത്തെ സമയം. ബഗിഡ കർത്തെ സമയം. പിന്നെയോ കഴിഞ്ഞോ? എല്ലാരും നോട്ട് പേജ് മറിക്കട്ടെടാ. ഷോണേ അവര് നോട്ട് എടുക്കുന്നേ ഉള്ളൂ.
വായിച്ചു നോക്കിയേ നോട്ടില് ഒരു തവണ ഒന്ന് വായിച്ചു നോക്കിയേ. മിസ് പറഞ്ഞോണ്ട് തന്നെ മിസ്സിന് സമ്മതത്തോടെ തന്നെ ഒരു തവണ ഒന്ന് വായിച്ചു നോക്കിയേ. मीठी बोली क्या क्या करने में समर्थ होती है. झगड़ा करने समय വായിച്ചോ വായിച്ചോ. അപ്പൊ ക്ലാസ് കട്ടാവാറായി. ഈ പറഞ്ഞതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഫുൾ മാർക്ക് എല്ലാവരും വാങ്ങണം. 50 50 45 45 അങ്ങ് ഏറ്റവും കുറഞ്ഞ വാങ്ങണം. ഓക്കെ, ഫുൾ മാർക്ക് വാങ്ങുന്നവർക്ക് മിസ്സിന്റെ ഗിഫ്റ്റ് ഉണ്ട്. അതെ എന്നാ ഉറപ്പ്. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്കാണ് ആദ്യം നന്നായിട്ട് വായിക്കേണ്ടത്. ഒരു പാഠം എടുക്കുക, ആ പാഠത്തിലെ പാഠഭാഗം വായിക്കുക, അതിനുശേഷം വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും ഫില്ലിന്റെ ബ്ലാങ്ക്സ് എല്ലാം പഠിക്കുക. എങ്കിൽ എന്ത് ചെയ്യും, മെമ്മറി സ്റ്റോർ ചെയ്യാൻ പറ്റും. അല്ലാതെ പാഠഭാഗം ശ്രദ്ധിക്കാതെ ടെക്സ്റ്റ് തൊടാതെ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസറും വേർഡ് മീനിങ്ങും പഠിച്ചാല് മെമ്മറി ഫുൾ ആവൂല കേട്ടോ. തലയിൽ വലതും വേണമെന്നെങ്കിലേ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് പാഠഭാഗം 1-2 പ്രാവശ്യം വായിക്കുക. ഇന്ന്